അങ്ങനെ നമ്മുടെ സുഭാഷ് ഇരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കണ കാണുമ്പോൾ നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ഇവൻ്റെ മനസ്സിന് വല്ല താളം തെറ്റിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങൾ കഴിക്കും, ഞാൻ ഉള്ളിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ സുധീഷാണെങ്കിൽ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇയർഫോൺ കുത്തിയിട്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, അതേ ഒന്ന് ഉള്ളിലേക്ക് വരും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ സുധീഷിനോട്. ആ സമയത്ത് സുധീഷ് എന്നെയോ അതെ എന്ന് പറയുന്നുണ്ട്. സുധീഷ് വേറെ എന്തിനാണെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്തായാലും അവൻ വേഗം പൗഡർ ഇടുന്നുണ്ട്, സ്പ്രേ അടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്തിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ഉള്ളിൽ പോകുന്ന സമയത്ത് നമ്മുടെ നിധിയോട് പറയാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നല്ല, എനിക്ക് ഏട്ടൻ്റെ കാര്യമാണ് സംസാരിക്കാനുള്ളത്. ഏട്ടനെന്ന് രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഏട്ടനി എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയാലോ, അതുകൊണ്ട് ഇന്ന് രാത്രി മാത്രം നിങ്ങളെല്ലാവരും ഉറക്കം കഴിഞ്ഞിട്ട് സുഭാഷ് ഏട്ടനെ നോക്കണം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നത്, ഇത് പറയാനായിരുന്നോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇത് പറയാൻ തന്നെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് പുറത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധി പറയുന്നത് എല്ലാവരെയും അറിയിക്കുന്നുണ്ട്, ഹരീഷിനെയും നികേഷിനൊക്കെ അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ നമ്മളെല്ലാവരും 2 മണിക്കൂർ ഇടവിട്ടിട്ട് ഏട്ടനെ നോക്കാം, ഏട്ടൻ ഉറങ്ങിക്കോട്ടെ, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. ആയിക്കോട്ടെ എന്ന് പറയുന്നത് നമ്മുടെ സുധീഷ് പറയുന്നത്, ആദ്യം ഹരീഷ് നോക്കിക്കോ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷും നികേഷും സുഖമായിട്ട് കടന്നുറങ്ങുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് സുധീഷിനെ വിളിക്കുന്നുണ്ട്, സുധീഷ് നീക്കില്ല, നികേഷിനെ വിളിക്കുന്നുണ്ട്, നികേഷും നീക്കില്ല. എന്തായാലും ഹരീഷിനാണെങ്കിൽ ആകെ ഭ്രാന്ത് വന്നിട്ട് നമ്മുടെ ഉമ്മർ തന്നെ പായിട്ടിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടെന്ന് നമ്മുടെ സുഭാഷേട്ടൻ എവിടേക്കെങ്കിലും നീട്ട് പോകുമ്പോൾ അത് കൂടെ പോണ സമയത്ത് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ പായിട്ട് കടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും രാവിലെ ആവുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവിടെ പുറത്ത് വന്ന് കിടക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത്, ഇനി ഏട്ടനെ എവിടേക്കെങ്കിലും പോയാലോ, ഏട്ടൻ ഇങ്ങനെ വെറുതെ ചിരിക്കാലോ അത് വിചാരിച്ചിട്ടാണ് പറഞ്ഞു, ഞാൻ ഇനി എങ്ങോട്ട് പോകാനാടാ, നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വിചാരിക്കുന്നത്, എന്താണ് ഇപ്പോൾ ഏട്ടനെ പറ്റിയത്, ഞാൻ എന്തായാലും ഒന്ന് അവിനാഷ് ഭായിയുടെ വീട്ടിൽ പോയി നോക്കട്ടെ, എന്താണെന്നല്ല രാത്രി സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സുധീഷ് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോണ സമയത്തോ നമ്മുടെ ചാന്ദിനി വെറുതെ ചിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, അവിടെ ഏട്ടൻ ചിരിക്കുന്നു, ഇവിടെ ചാന്ദിനി ചിരിക്കുന്നു, എന്താ ഇവർക്ക് രണ്ടാൾക്കും പറ്റിയ, അവിനാഷ് ഭായ നിങ്ങൾ ഇവർ രണ്ടാൾക്ക് എന്തെങ്കിലും ഗുളിക മാറിക്കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇന്നലെ ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യം, എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ ഞെട്ടിക്കൊണ്ട് നീക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വല്ലാത്ത സന്തോഷം കൊണ്ട് അവിനാഷ് ഭായോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ, ഇവരാണോ എൻ്റെ ഏടത്തിയമ്മായിട്ട് വരാൻ പോകണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് മടങ്ങിയിട്ടോ നമ്മുടെ സുധീഷ് ഭാസ്കരനെയും എല്ലാവരെയും സന്തോഷം കൊണ്ട് എല്ലാവരുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കേണ്ട ഭാസ്കരനെ വട്ടം കറക്കുന്നുണ്ട്. എന്തായാലും നിധി പറയുന്നത്, എന്താ പറയുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ ചാന്ദിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ചോദിച്ചു ഇത്ര നമ്മുടെ അവിനാഷ് ഭയ്യ. അതാണ് നമ്മുടെ ഏട്ടൻ ഇത്രയും സന്തോഷം, അതാണ് ഏട്ടൻ വെറുതെ ചിരിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്, പക്ഷേ ഭാസ്കരന് മാത്രം സന്തോഷമാവില്ല. ഭാസ്കരൻ പറയുന്നുണ്ട്, വേണ്ട, ഈ കല്യാണം നടത്തരുത്, കാരണം അവർ രണ്ടാൾക്ക് പരസ്പരം എന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, ഭാഷ അറിയാതെ, അവൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല, അതുകൊണ്ട് വേണ്ട, ഈ കല്യാണം അത്ര നല്ലതിനല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറഞ്ഞിട്ട്, അയാൾ പോട്ടെ, എന്തായാലും നമ്മൾ ഈ കല്യാണം നടത്താം, ഏട്ടന് ഇഷ്ടമാണെങ്കിൽ എന്ന് പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിലോ പച്ചക്കറി വാങ്ങിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഏട്ടൻ ഇന്നലെ എവിടേക്കാണ് പോയിരുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് അതൊന്നും ഇങ്ങനെ മാറ്റി പറയണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഓരോന്ന് കുത്തി ചോദിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ അവസാനം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.